മന്ത്രിമാരിലേക്കും രാഷ്ട്രീയ തീരുമാനത്തിലേക്കും വരുന്നതിന് മുൻപ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ഈ ബാഗുടമകൾക്ക് അറിയാം. അത് UDF-ന്റെ കാലത്താണെങ്കിലും LDF-ന്റെ കാലത്താണെങ്കിലും അത് ബാഗുടമകൾ ആ യോഗത്തിൽ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ല, മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു സാർ. മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു. ജ്യോതികുമാർ ചാമക്കാല പറയട്ടെ. നിങ്ങൾ പറഞ്ഞ ആക്ഷേപം അതല്ല. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയുന്നേ താങ്കൾക്ക് മാത്രം താങ്കൾ സംസാരിച്ചാൽ മതിയോ? ശ്രീ കെ അനിൽകുമാർ താങ്കളെ ഒരു ആക്ഷേപിച്ചിട്ടില്ല. ഇനി ആ മറ്റു വിളിക്കൂട്ടോ. ഞങ്ങളെ അപമാനിച്ചു മഞ്ജുഷ്. എന്ത് അപമാനിച്ചു? പറഞ്ഞു മഞ്ജുഷ് അപമാനിച്ചു. ഞാൻ പറയാം ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറയാം നിങ്ങൾക്ക് ആളാണോ ലാർജ് ആണോ? ഞാൻ പറയട്ടെ. Hell didn't you do it over the last 15-20 years? You were very much my turn. You were very much. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഒരു കോടി എന്ന് പറയുന്ന ആ ആരോപണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വാചകത്തിന്റെ മേലെ കളവ് പറഞ്ഞൊളിച്ചു പോകരുത്. സർക്കാരിനെ പോലെ അല്ലല്ല കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞ സർക്കാരിനെ പോലെ LDF സർക്കാരിന്റെ പുരാണങ്ങളെല്ലാം കേട്ടു. ചർച്ച മുന്നോട്ട് പോട്ടെ, ചർച്ച മുന്നോട്ട് പോട്ടെ. ഇത് പറയാതെ പോവില്ല. താങ്കൾ പറഞ്ഞുവല്ലോ, കേട്ടു. ഞാൻ തിരുത്താനില്ല. എന്ത് തിരുത്താനാണ്? ഉത്തരിക്കണ്ടം മൈതാനത്തിൽ എന്റെ പൊന്നോ പോരിഞ്ഞാടി. ഞാൻ LDF സർക്കാരിന്റെ കാലത്ത് LDF സർക്കാരിന്റെ കാലത്ത് കോഴ ഇടപാട് നടന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ചകളാണ് നമ്മൾ നടത്തുന്നത്. താങ്കൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ പിടിക്കാതെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പറഞ്ഞ ബാഗുടമകൾക്ക് അറിയാം കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഉറക്കം വരുന്നു? സർക്കാരിന്റെ കാലത്താണെങ്കിലും ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, എന്നാലേ കാര്യം നടക്കൂ എന്ന് ബാഗുടമകൾക്ക് അറിയാമെന്നാണ്. അതിനെ താമസിക്കാതെ പിടിക്കണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആർജവും ശരി അനിൽ, ശരി ജ്യോതികുമാർ ആയിക്കോട്ടെ. ശ്രീ ജ്യോതികുമാർ ശരി നിങ്ങളെയാണ് കളവ് ശരി മഞ്ജുഷനല്ലേ പിടിക്കുന്നത്. ശരി ഓടിക്കോ, പ്രേമ പതിയെ പോ.